പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വിജയത്തിന്റെ കൊടുമുടി കീഴടക്കിയ നശ്വ മണിമുണ്ടയിൽ. രാജ്യാന്തര തലത്തിൽ നടന്ന NMMS പരീക്ഷയിൽ കേരളത്തിൽ നിന്നും 1ാം സ്ഥാനം നേടിയ നശ്വ ഇന്ന് നമ്മുടെ നാടിന് അഭിമാനമാണ്. NMMS പരീക്ഷയിൽ കേരളത്തിൽ 1ാം സ്ഥാനം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും നശ്വ അസാമാന്യമായ മികവോടെ ഈ നേട്ടം കൈവരിച്ചു. NMMS പരീക്ഷയ്ക്കായി അവൾ ഒരുപാട് മോഡൽ എക്സാമുകൾ എഴുതിയാണ് തയ്യാറെടുത്തത്. ഒരു ദിവസം ബെർലിനിലേക്ക് ഒരു കോള് വരുന്നു. കോഴിക്കോട്ടെ കൊടിയത്തൂരുള്ള PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് കോള് വരുന്നത്. ഒരു അധ്യാപകനാണ്, പേര് ഫാസിൽ. ബെർലിൻ സൗജന്യമായി ഓൾ കേരള NMMS എക്സാം മോഡൽ നടത്തുന്ന കാര്യം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ NMMS പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നുണ്ട്. ബെർലിനിന്റെ പരീക്ഷകൾ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെ ഫാസിൽ മാഷ് പറഞ്ഞപ്പോഴേ വിദ്യാർത്ഥികളെയെല്ലാം ദേവഗിരി ക്യാമ്പസിലേക്ക് ബെർലിൻ സ്വാഗതം ചെയ്തു. ബെർലിനിന്റെ മോഡൽ എക്സാമുകളിലെല്ലാം 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന നശ്വയെ ഇപ്പോഴും ക്യാഷ് അവാർഡ് നൽകി ബെർലിൻ കോർഡിനേറ്റർമാർ ആദരിക്കുമായിരുന്നു. ബെർലിനിലെ പരീക്ഷകൾ എഴുതി നശ്വ പരിശീലിച്ചതിലൂടെയാണ് നശ്വയും ബെർലിനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ബെർലിനിന്റെ പരീക്ഷകളും ക്ലാസുകളും ബെർലിൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പിന്തുണയും എല്ലാം കണ്ടപ്പോൾ നശ്വ ബെർലിനിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും വിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ച നശ്വയുടെ കഥ നശ്വ തന്നെയാണ് ഇന്ന് നമ്മളോട് പറയുന്നത്. ജീവിത വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രചോദനമാകുന്ന കഥ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലോ. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കോച്ചിങ് ഒക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഹേർഡിൽസ് നമ്മുടെ മുമ്പിലുണ്ടാവും. അതുപോലെ തന്നെ ഞാനും ഒരു ഫിനാൻഷ്യലി അത്രയ്ക്ക് സെറ്റിൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത്. വെല്ലുവിളികൾ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എൻ്റെ സാഹചര്യം, എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുമോ, ഈ ചിന്തകളെല്ലാം എന്നെ അലട്ടിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം പിന്തുണച്ചത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം അവർ കൂടെ നിന്നു. വീട്ടിലുള്ള സാഹചര്യം എന്തായിക്കോട്ടെ, പഠനത്തിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള യാണ്. നിങ്ങൾ ഞങ്ങളുടെ ഈ വീട് വന്ന് കണ്ടപ്പം തന്നെ മനസ്സിലായില്ലേ വീടിൻ്റെ ഒരു ദയനീയ സ്ഥിതി. ടോയ്ലറ്റിൻ്റെ റൂഫ് തന്നെ ശരിക്കില്ലാത്ത ഒരു സ്ഥിതിയാണല്ലോ നിങ്ങൾ കണ്ടില്ലേ. അവർക്ക് എന്താണോ പഠന കാര്യത്തിന് വേണ്ടതെങ്കിൽ അത് ആണ് ഞാൻ ആദ്യം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഈ മോളെ സംബന്ധിച്ചിടത്തോളം മോൾ ഒരു A4 പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ അതിന് 500 എണ്ണമുള്ള ഒരു ബണ്ടലാണ് ഞാൻ കൊണ്ടു കൊടുക്കരുത്. ഒരു പേന വേണമെന്ന് പറഞ്ഞാൽ അതിന് 10 പേന അല്ലെ അങ്ങനെ ഒരു പെട്ടിയിലാണ് കൊണ്ടു കൊടുക്കുക. പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണം, അതുപോലെ പഠനോപകരണങ്ങൾ, ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് മക്കളെ ഞാൻ കൊണ്ടുപോകുന്നത്. പഠിക്കണം, അതുപോലെ തന്നെ എന്നാലേ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് അതിജീവിച്ച് നല്ലൊരു നിലയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെപ്പോൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് ടാർഗറ്റ് ഇടുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് 100% നമ്മൾ അതിന് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നതാണ്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ NMMSൽ വിജയം നേടുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഞാൻ നേടിയെടുത്തത് ബ്രില്യൻറ്റിലൂടെയാണ്, ബ്രില്യൻറ്റിൻ്റെ പരീക്ഷയിലൂടെയാണ്, ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിലൂടെയാണ്. നോക്കി, NMMS 1ാം റാങ്ക് അഭിമാനമായി നശ്വ. എൻ്റെ ബാപ്പയും ഉമ്മയും ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഇന്ന് രാവിലത്തെ പത്രത്തിൽ എന്നെക്കുറിച്ച് ഒരു ലേഖനമുണ്ട്. എൻ്റെ നാടിന് അഭിമാനിക്കാവുന്ന ഒരു ലേഖനം. ഹലോ എവരിവൺ, ഞാൻ നശ്വ മണിമുണ്ടയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ നാട്
കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കൊടിയത്തൂരാണ്. ഇക്കഴിഞ്ഞ 2025 NMMS എക്സാമിൽ 180-ൽ 166 മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് കേരള ഫസ്റ്റ് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലോ. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാം നന്നായി പരിശ്രമിക്കും, അതുപോലെ തന്നെ കഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിലായിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക, എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് നാഷണൽ വൈഡ് നടത്തിയിട്ടുള്ള NMMS എക്സാമിൽ കേരള ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ NMMSൽ വിജയം നേടുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഞാൻ നേടിയെടുത്തത് ബ്രില്യൻറ്റിലൂടെയാണ്, ബ്രില്യൻറ്റിൻ്റെ പരീക്ഷയിലൂടെയാണ്, ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിലൂടെയാണ്. നമുക്കെല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രീമാണ് IISTയിൽ നിന്ന് ഒരു ആസ്ട്രോണമർ ആവുക എന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് എനിക്ക് JEE ക്രാക്ക് ചെയ്യണം, അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡും എനിക്ക് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് അറിയുന്നത് പോലെ JEE അഡ്വാൻസ്ഡും ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ഇൻ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മാത്സിലും സയൻസിലും നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിർബന്ധമാണ്. ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ ബ്രില്യൻറ്റിനൊപ്പം, ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനോടൊപ്പം തുടങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ബ്രില്യൻ ഫാമിലി എന്നിലേക്കെത്തി, എൻ്റെ സ്വപ്നം നേടിത്തരാൻ എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഈ ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എനിക്ക് തോന്നുന്നു ബ്രില്യൻ്റ് ആണ്. കാരണം മാത്സും സയൻസിലൊക്കെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം പിന്തുണച്ചത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം അവർ കൂടെ നിന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർ എനിക്ക് നേടിത്തന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമാക്കിയതും. JEE അഥവാ JEE അഡ്വാൻസ് ഇങ്ങനെയുള്ള എൻട്രൻസിനൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു നല്ലൊരു കോച്ചിങ് വേണം. ഈ ഒരു കോച്ചിങ് ഒക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഹേർഡിൽസ് നമ്മൾ മുമ്പിലുണ്ടാവും. അതുപോലെ തന്നെ ഞാനും ഒരു ഫിനാൻഷ്യലി അത്രയ്ക്ക് സെറ്റിൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത്. എൻ്റെ ഫാദർ ഹസൻ കുട്ടി ഒരു കൂലി വർക്കറാണ്. അതുപോലെ തന്നെ എൻ്റെ മദർ റുബീന ഹോം മേക്കറാണ്. എൻ്റെ ഈ ഒരു സക്സസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി തന്നെയായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ പാരൻസ് ആണ്, പ്രത്യേകിച്ചും എൻ്റെ അപ്പ. വീട്ടിലുള്ള സാഹചര്യം എന്തായിക്കോട്ടെ പഠനത്തിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള അപ്പയാണ്. NMMSന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് അതുപോലെ തന്നെ അതെന്തെങ്കിലും വാങ്ങാൻ ചോദിച്ചാൽ ഒട്ടും ഒരു കാശുണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം എന്നോട് പറയാതെ പെട്ടെന്ന് എനിക്കത് എത്തിച്ചു തരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ പറയും പഠിക്കണം, അതുപോലെ തന്നെ എന്നാലേ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് അതിജീവിച്ച് നല്ലൊരു നിലയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെപ്പോൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു പൊസിഷൻ ഞാൻ എത്താനുള്ള ഏറ്റവും വലിയ കാരണം. ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എൻ്റെ മക്കളുടെ ജീവിതത്തെ പറ്റി, അവരുടെ ഈ പഠന കാര്യങ്ങൾ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ഈ കുട്ടികളെ എവിടെ ഒന്ന് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിലകൊള്ളുന്നത്. എൻ്റെ കുട്ടികളെ പഠനത്തിനും അവരെ ഭാവി ഓർത്തിട്ടും അവർക്ക് എന്താണോ പഠന കാര്യത്തിന് വേണ്ടതെങ്കിൽ അത് ആണ് ഞാൻ ആദ്യം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഈ മോളെ സംബന്ധിച്ചിടത്തോളം മോൾ ഒരു A4 പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ അതിന് 500 എണ്ണമുള്ള ഒരു ബണ്ടലാണ് ഞാൻ കൊണ്ടു കൊടുക്കരുത്. ഒരു പേന ആണെന്ന് പറഞ്ഞാൽ അതിന് 10 പേന അല്ലെ അങ്ങനെ ഒരു പെട്ടിയിലാണ് കൊണ്ടു കൊടുക്കുക. പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണം, അതുപോലെ പഠനോപകരണങ്ങൾ, ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് മക്കളെ ഞാൻ കൊണ്ടുപോകുന്നത്. എന്നെ ഈ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഒരു മേജർ റോൾ എന്നേക്കാൾ ഞാനൊരു നല്ലൊരു നിലയിൽ എത്തണം എന്നുള്ള ഇത് ആഗ്രഹിക്കുന്നത് എൻ്റെ ഫാദറാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും എന്നെ ഒട്ടും അറിയിക്കാതെ പഠനത്തിന് വേണ്ടിയിട്ട് എത്രയും, ശരിക്കും പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ജീവനാണ്. പഠനത്തിന് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും എനിക്ക് ചെയ്തു തരാറുണ്ട്. എൻ്റെ സാഹചര്യം എന്തായാലും എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇത്രയും സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ പഠനത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീമിൽ നിന്നോ ഒരിക്കലും പിന്മാറാൻ കഴിയില്ല.
വളരെയധികം സന്തോഷമുണ്ട്. മോള് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠനത്തിനായിട്ട് നല്ല സപ്പോർട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പൈസ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അതൊന്നും നോക്കാതെ ഇതൊന്നും നോക്കാതെ ഡ്രസ്സ് ആണെങ്കിൽ അത് കുറച്ചിട്ടോ അങ്ങനെ ആഡംബരമായിട്ടൊന്നും ചെയ്യാതെ, ഡ്രസ്സ് പറഞ്ഞാൽ കുറഞ്ഞ രീതിയിലേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അങ്ങനെ വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ല. നിങ്ങൾ ഞങ്ങളുടെ ഈ വീട് വന്ന് കണ്ടപ്പം തന്നെ മനസ്സിലായില്ലേ വീടിൻ്റെ ഒരു ദയനീയ സ്ഥിതി. ഇതിങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പം ടോയ്ലറ്റിൻ്റെ റൂഫ് തന്നെ ശരിക്കില്ലാത്ത ഒരു സ്ഥിതിയാണല്ലോ നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങളുടെ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി വെച്ച പൈസ ആയിരുന്നു ഞങ്ങൾ 2 ലക്ഷം രൂപ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം പിൽക്കാലത്ത് അതെല്ലാം കൂടെ പൂട്ടിപ്പോയി എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ആ കാശും എല്ലാം പോയി. അപ്പോൾ അതിലുള്ള വലിയൊരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ആ ഒരു വലിയൊരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് ബ്രില്യൻ പാല ഈ മോളെ ഈ പഠനം ഏറ്റെടുത്ത് എന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണോ ഇത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. അത്രത്തോളം ഒരു സന്തോഷം, ഞങ്ങൾ ഒരു പ്രത്യേക ഒരു എനർജി തന്നെ. വെല്ലുവിളികൾ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എൻ്റെ സാഹചര്യം, എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുമോ, ഈ ചിന്തകളെല്ലാം എന്നെ അലട്ടിയിരുന്നു. പഠിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കുട്ടികളെ അഥവാ പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികളെ എന്നും ചേർത്ത് പിടിച്ചാണ് ബ്രില്യൻ്റ് ശീലം. അപ്പോൾ ഈ ഒരു മികവായ വിജയം കൈവരിച്ച നഷ്വയും ബ്രില്യൻ്റ് ഫാമിലിയോട്ട് ചേർത്ത് പിടിക്കുകയാണ്. നഷ്വയുടെ ആഗ്രഹങ്ങളും എന്താണോ പഠിക്കേണ്ടതെന്ന് ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായി തന്നെ ബ്രില്യൻ്റ് എല്ലാ സൗകര്യങ്ങളും ഓൺ ബിഹാഫ് ഓഫ് ഡയറക്ടേഴ്സ് ഞങ്ങൾ നൽകുക എന്ന് ഒഫീഷ്യലി ഞങ്ങളിവിടെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഷ്വയുടെ സ്വപ്ന ജേണിയിൽ അവളുടെ ജീവിതത്തിലെ യാതൊരു പ്രതിസന്ധികളും ഒരു കാരണവശാലും അവൾക്കൊരു തടസ്സമാവരുത്. അവളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ അവൾക്ക് അവസാനം വരെ ബ്രില്യൻ്റ് ഒപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ് ഈ ഒരു സമയത്ത്. മാറ്റിയ എൻ്റെ സ്കൂൾ കാലഘട്ടം, എൻ്റെ സ്വപ്നങ്ങളെ പിന്തുണച്ച ഒരുപാട് അധ്യാപകർ, അവരെ ആരെയും എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് ആദ്യമായി പ്രതീക്ഷ നൽകിയത് അവരാണ്. ഞാൻ സുധീർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന നഷ്വ എന്ന കുട്ടി NMMS പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. വളരെയധികം ലക്ഷ്യബോധമുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഒരു കുട്ടിയാണ് നഷ്വ. തീർച്ചയായിട്ടും ബ്രില്യൻ്റ് നടത്തിയിരിക്കുന്ന ഈ ഒരു പിന്തുണ തീർച്ചയായിട്ടും വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഞാൻ ഫാസിൽ, PTM ഹയർ സെക്കൻഡറി സ്കൂൾ കൊടിയത്തൂരിലെ ഫിസിക്സ് അധ്യാപകനാണ്. നഷ്വ എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി ഇപ്പോൾ സംസ്ഥാന തലത്തിൽ NMMS എക്സാമിൽ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പറയുകയാണെങ്കിൽ നഷ്വയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് വന്നത് മുതൽ ചരിത്രങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് നഷ്വ. ഇപ്പോൾ NMMS എക്സാം മാത്രമല്ല, ഇത് നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അവൾ റാങ്കുകൾ കൈവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഠന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മികച്ച ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് നഷ്വ. ഒരു കാര്യം എടുത്തു പറയാണ്, ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ബ്രില്യൻ്റിലേക്ക് നഷ്വ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ, സംസ്ഥാന തലത്തിൽ NMMS എക്സാം നടക്കുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് ഞങ്ങൾ കാണാനിടയായി. അതിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾ ബ്രില്യൻ്റ് ദേവഗിരി സെൻറ്ററിൽ പോയി ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളും എക്സാം എഴുതിയതിൽ നഷ്വ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് നേടിയതിലൂടെയാണ് അവൾക്ക് ഇത്തരം ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളത്. ആ ഡ്രീം, അന്ന് മുതലുള്ള ആ ഡ്രീം അവൾ അച്ചീവ് ചെയ്തിട്ടാണ് ഇന്ന് സ്കൂളിൻ്റെ ഈ അങ്കണത്തിൽ അവൾ നിൽക്കുന്നത്. ഏറെ അഭിമാനത്തോടെ പറയാം, ഇത്തരം നല്ല ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി എക്സാമുകളുടെ റിസൾട്ടുകളൊക്കെ കാണിച്ചു തരുന്ന സമയത്ത് അവൾ 100% മാർക്ക് വാങ്ങുന്നു എന്നതെല്ലാം കേൾക്കുമ്പോൾ അതേവരായ നമ്മൾക്കും വളരെ അഭിമാനമുണ്ട്. ഡ്രീമാണ് ആസ്ട്രോണമർ ആവുക എന്നത്. പക്ഷേ ഈ ഡ്രീമിനെ പറ്റിയിട്ട് ഞാൻ വേറെയുള്ളവരോട് പറഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചൊരു റിപ്ലൈ എന്ന് പറയുന്നത്, ഇവിടേക്ക് എത്താൻ പറ്റുമോ, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു റെയർ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ, അതുപോലെ തന്നെ അബ്രോഡിലാണല്ലോ ഇതിൻ്റെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോകാമെന്ന് പറയുമ്പം ഒരുപാട് എക്സ്പെൻഡിച്ചറാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുറമെ ഒരു ടീച്ചറാവുക, അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പോയി പഠിപ്പിക്കുക, ഇതല്ലേ നല്ലതെന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ഇടാൻ തയ്യാറാണോ, അല്ലെങ്കിൽ നമ്മൾ 100% അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ തയ്യാറാണോ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കൊരു എസ് നമ്മളെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എനിക്കിപ്പോൾ കിട്ടിയ ഈ NMS എക്സാമിൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ടാർഗറ്റ് ഇട്ടിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ടോപ്പറിന് എൻ്റെ അതേ മാർക്കാണ് 166. അപ്പോൾ ഈ 166 മാർക്ക് തന്നെ എനിക്ക് വേണം, എന്നിട്ട് തന്നെ എനിക്ക് ഈ ഒരു NMS ടോപ്പർ ആവണം എന്നുള്ളൊരു ടാർഗറ്റ് ഞാൻ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിലൂടെ എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് ടാർഗറ്റ് ഇടുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് 100% നമ്മൾ അതിന് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നതാണ്.